കട്ടപ്പുറത്തങ്ങനെ ഇരിക്കണം. നമുക്ക് നേരെ ഇനി ജസ്റ്റ് ഒരു സാധനം നമ്മൾ കസ്റ്റമായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ പ്രസ്സായിരിക്കണം. നമ്മളിത് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ആക്സിൽ കയറാൻ വേണ്ടി ഇതിപ്പോൾ ഡയറക്റ്റ് കേസ് നമ്മൾ പറഞ്ഞ കണക്ക് നമ്മളെ വണ്ടിയിലേക്ക് ഫ്രണ്ട് അലോയ് അങ്ങനെ സെറ്റാക്കാൻ പോകണം. ഇപ്പം നൈറ്റാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിപ്പം നൈറ്റ് അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ വണ്ടി കയറ്റി ഇന്ന് കുറച്ച് നാളായി വണ്ടി ഇങ്ങനെ കട്ടപ്പുറത്ത് ഇരിക്കാമെന്നാണ്. കട്ടപ്പുറത്തല്ല നമ്മൾ എടുക്കുന്നില്ല, അങ്ങനെ എടുക്കുന്നില്ല. 1 മാസം അടുപ്പിച്ച വണ്ടി ഒന്ന് എടുത്തിട്ട് തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കി അങ്ങനെ കുറച്ച് പറയാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് അസംബ്ലി ഫുള്ള് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അഴിച്ചിട്ട് നമ്മൾ അലോയ്ക്കകത്ത് നമ്മൾ ടയർ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയതാണ്ട് അലോയ് കണ്ട ഈ പഴയ അലോയ്ക്കകത്ത് നിന്ന് നമ്മൾ ടയർ ഊരി നമ്മൾ പുതിയ അലോയ്ക്കകത്ത് ഉണ്ട് Gen 3 ഡ്യൂക്ക് 390 അലോയ്ക്കകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുള്ള് സെറ്റാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്കും കൂടെ ഒന്ന് സെറ്റാക്കണം. ഡിസ്ക് സെറ്റാക്കി ഉടനെ നമ്മളെ വണ്ടിയിലേക്ക് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് UST4 കയറ്റുന്നത് ജസ്റ്റ് ഞാൻ ഇന്ന് നൈറ്റാണ് വർക്ക് എടുക്കുന്നത്, നൈറ്റാണ് വണ്ടി പണിയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കയറ്റുന്നത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് വെച്ചപ്പോൾ ഇതടക്കുള്ള വെറൈറ്റി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. ജസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഡിസ്ക് സെറ്റാക്കാം. ഡിസ്ക് സെറ്റ് ഇത് നമ്മളെ പുതിയ ഡിസ്ക്കാണ്. പുതിയ ഡിസ്ക് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഇനി ഈ ഡിസ്കിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കണം. ഇത് ഇതിൻ്റെ അകത്ത് നട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് നട്ട് 4 മൊത്തം ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഡിസ്ക് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഒറ്റയ്ക്കുള്ള ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഡിസ്ക് ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും അറിയാം ജസ്റ്റ് നട്ട് അഴിക്കി വിടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഈ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ ആലോചിക്കാത്താണെങ്കിൽ ഡിസ്ക് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക് ഫുള്ള് അങ്ങനെ നമ്മൾ സെറ്റാക്കിയതാ ഫുള്ള് നമ്മൾ ഡിസ്ക്. ഇനി നമുക്ക് നേരെ വണ്ടിയിലേക്ക് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഡെമ്മിക്ക് ABS റിംഗ് കൂടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 2 നട്ടിട്ടിട്ട് ABS റിംഗ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ABS റിംഗ് ജസ്റ്റ് ഡെമ്മിക്ക് വെച്ചേക്കാം. നമ്മളെ വണ്ടി അങ്ങനെ കട്ടപ്പുറത്ത് അങ്ങനെ ഇരിക്കണം. നമുക്ക് നേരെ ഇനി പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫുള്ള് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എൻ്റെ ആക്സിൽ നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സാധനം നമ്മൾ കസ്റ്റമായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ പ്രസ്സായിരിക്കണം. നമ്മളിത് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ആക്സിൽ കയറാൻ വേണ്ടി ഇതിപ്പോൾ ഡയറക്റ്റ് കയറിപ്പം കണ്ടോ ഈ ഒരു ആക്സിൽ കയറാൻ വേണ്ടി നമ്മൾ കസ്റ്റമായിട്ട് തന്നെ ചെയ്തെടുത്തേക്കുന്ന സാധനമാണ്. അപ്പോൾ ബാക്കി കാണിച്ചു തരാം. ഇത് കണ്ട അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഡിസ്ക് ബെൻഡാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ കസ്റ്റമായിട്ട് തന്നെ ചെയ്തെടുക്കുന്ന ഈ സാധനം നമ്മൾ ലേത്തി വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്താലേ നമുക്ക് ഇതെന്തായാലും സ്റ്റോക്ക് ആക്സിലേക്ക് നമുക്ക് Gen 3യുടെ അലോയ് സെറ്റാക്കുക. അപ്പം നേരെ നമുക്കിനി ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് നമുക്കിതാ ഇതിൻ്റെ അകത്തോട്ട് സെറ്റാക്കാനാണ്ടേ. ഇത് വരുമ്പോഴേ ചിമിട്ട് ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് സെറ്റാക്കുന്ന നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നത് നമുക്ക് നേരെ നമ്മൾ GoProയിൽ ടൈം ലാപ്പ് ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം നേരെ ഇനി ഇതൊന്ന് സെറ്റാക്കട്ടെ. ഗൈസ് നമ്മൾ ഈ ഒരു സെൻസർ കൂടെ ജസ്റ്റ് സ്പീഡോമീറ്റർ ഇത് BS3 ഡ്യൂക്ക് 200ൻ്റെ സെൻസറാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സോൾട്ടേക്ക് ഡയറക്റ്റ് സൂട്ടാണ്. നമ്മളിങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും കൂടെ കിട്ടിയാൽ അപ്പോൾ സ്റ്റോക്ക് ഈ അലോ ഇടുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടത്തില്ല. അപ്പം ഈ ഒരു സാധനം ഇട്ടാൽ സ്പീഡ് കിട്ടും. അങ്ങനെ നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് സെറ്റ് ആക്കട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ അലോ എടുത്തിടേണ്ട പരിപാടി ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക, നട്ടിട്ട് മുറുക്കുക, സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനി സെറ്റായിട്ട് കാണിച്ചാൽ അപ്പോൾ ശരിയെന്ന്. പമ്പായില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റാക്കി പവറാക്കി എടുത്തിട്ടുണ്ടാണ്ട് നമ്മൾ ഫ്രണ്ട് അലോ വേണ്ട ഫുള്ള് നമ്മൾ ജസ്റ്റ് ഫോഗ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാണ്ട് നമ്മൾ ഫുള്ള് സെറ്റാക്കി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് 320 mm ബ്രേക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് നമ്മൾ UST വണ്ടി പിടിക്കേണ്ട താമസം ഇടിച്ച് നിൽക്കും. അതേ രീതിയിലുള്ള ബ്രേക്കിംഗ് നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഈ ബ്രേക്കിംഗ് കുറച്ച് ഡേഞ്ചറും കൂടെ ആണ്. നമ്മൾ സഡനായിട്ട് പിടിച്ചാൽ ചിലപ്പോൾ വണ്ടി എടുത്ത് പൊങ്ങാൻ സാധ്യതയൊക്കെയാണ്. എന്തായാലും വണ്ടി മാരക ലുക്കായിട്ടുണ്ട്. നമ്മളിനി ഫുള്ള് ചന്ദ്രബലി ഹെഡ് എല്ലാം വന്നാൽ ഈ വണ്ടിയുടെ ലുക്ക് ഒന്ന് അറിയാൻ പറ്റും. അതിന് ജസ്റ്റ് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യുന്ന സീറ്റ് കവർ അടിക്കുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ കുറച്ച് വർക്കായിട്ട് വെച്ചാൽ ലീഗലി തന്നെ നമ്മൾ വണ്ടി എന്തായാലും ജസ്റ്റ് ഒന്ന് പണിഞ്ഞിറക്കുന്നുണ്ട്. എന്തായാലും രാത്രി ലൈറ്റൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ വണ്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് നൈറ്റ് തന്നെ പണിയാന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് വർക്കൊക്കെ ഉണ്ട്. രാവിലെ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഇന്ന് നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ വണ്ടിയെ ഫുള്ള് സെറ്റാക്കി ഞങ്ങൾ ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം സീറ്റ് അടിക്കണം,
കുറച്ച് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുത്ത എന്തായാലും നമ്മൾ വണ്ടിയിലേക്ക് വരുന്ന സിംഗാമ്പ് മാറ്റാൻ പോകും. നമ്മൾ ഡ്യൂക്കിൻ്റെ സിംഗാമ്പ് പറ്റുമെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഇട്ടെങ്കിൽ അലോയ് തന്നെ ബാക്കിലും കൂടെ സെറ്റാക്കി തരാം. ഇതുവരെയും തിരക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും കയ്യിൽ ഈ ഡ്യൂക്കിൻ്റെ ഫ്രണ്ട് ഇട്ടേക്കുന്ന ജെൻ 3യുടെ ടൈപ്പ് അലോയ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് മെസ്സേജ് അയച്ചോ. നമ്മളെന്തായാലും സാധനം നോക്കി നടക്കും. അപ്പം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, നമ്മളെന്തായാലും വണ്ടിയിലേക്ക് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. കണ്ടോ ഫ്രണ്ട് കണ്ടോ, വേറെ ലുക്ക്. ഇപ്പം തന്നെ ഈ ഒരു ആംഗിൾ നോക്കുക, വണ്ടിയുടെ ലുക്ക് മാസമായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ബാക്കിയും കൂടെ പരിപാടിയുണ്ട്. നമുക്ക് എന്തായാലും ഉടനെ നമുക്ക് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ മൾഗാർഡ് നമ്മൾ അഴിച്ച് വെച്ചാൽ നമുക്ക് മൾഗാർഡ് ഇനി എടുത്ത് സെറ്റാക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റായിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് സ്പീഡോമീറ്റർ സെൻസർ നമ്മൾ സെറ്റാക്കിയോണ്ട് ഇരിക്കുന്നുണ്ട്. എന്ത് കാണുന്നില്ല എവിടെ? അതാടെ നമ്മളിവിടെ സ്പീഡോമീറ്റർ സെൻസർ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതായിരിക്കുന്നത്. അതിന് ഒരു സ്ക്രൂ കൂടെ ഇടണം. അതുകൊണ്ട് ആംഗിൾ ചെറുതായിട്ട് കറങ്ങി പോകുന്നുണ്ട്. ഒരു സ്ക്രൂ കൂടെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും നമ്മളെന്തായാലും. കണ്ട ഇതുമായിരിക്കും സ്പീഡോമീറ്റർ സെൻസർ. അപ്പോൾ നമ്മൾ സ്പീഡോമീറ്റർ സെൻസറും സെറ്റാക്കി. എന്തായാലും ഇതുവരെയായിട്ട് എനിക്ക് സ്പീഡ് ഇല്ലാതെ സ്പീഡ് വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അപ്ഡേറ്റ് എന്തായാലും ഈ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ അകത്തൊരു ഫണ്ട് ഇറക്കിയില്ല. അപ്പം ഇത് വന്നപ്പോഴേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫണ്ട് ഇറക്കി നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് പണിഞ്ഞ് ഈ വണ്ടി ഒന്ന് കട്ടപ്പുറത്തൊന്ന് മാറ്റി ഇത് ജസ്റ്റ് റണ്ണിങ് കണ്ടീഷൻ ആക്കി എടുക്കണം. അതെന്തായാലും പറ്റുമെങ്കിൽ ഈ വീഡിയോ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയേക്കാം. അപ്പം ഈ വണ്ടി എന്തായാലും ഇവിടുന്ന് ഹെഡൊക്കെ വെച്ച് ഹെഡ് ബുക്ക് ചെയ്ത് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ചെറിയൊരു ഡിലേ എന്തോ കൊറിയറിൻ്റെ ഡിലേ എന്തോ ആയതുകൊണ്ട് ഫുഡ് ഇതുവരെയും കൈ കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് നേരെ ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. ശരി എന്നാൽ ഗൈസ്, ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടാണ് നമ്മൾ നൈറ്റ് ഫുള്ള് നമ്മൾ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് രാവിലെ കാണിച്ചു തരാൻ വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ വണ്ടിയിൽ കണ്ട. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് അലോയ് വരുന്നത്. സ്റ്റോക്ക് ഡിസ്ക് നമ്മളത് ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ജെൻ 3യുടെ അലോയാണ്. ജെൻ 3യുടെ അലോയ് മാത്രമല്ല നമ്മളിൻ്റെ അകത്ത് കസ്റ്റമായിട്ട് സ്പേസർ റിലേറ്റ് കയറ്റി കട്ട് ചെയ്ത് സ്പേസർ ആക്സിൽ എന്നൊക്കെ പറയാം, എന്താണെങ്കിലും പറയുന്നതിന്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് പിന്നെ ഫുൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്ക് കണ്ട പെറ്റിൽ ഡിസ്ക് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ജെൻ 3യുടെ കിട്ടില്ല സാധനമാണ്. കിട്ടില്ലെന്ന് വെച്ചാൽ 4.5 mm വരുന്ന ഡിസ്ക് നമ്മൾ സെറ്റാക്കിയെന്ന് വെച്ചാൽ 320 mm ആണ് ഈ ഡിസ്ക് വരുന്നത്. അപ്പം ഒരു മാരോ ബ്രേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കി, ആ വീഡിയോ കാണാൻ ജസ്റ്റ് ഞങ്ങൾ ഓട്ടിച്ച് നോക്കിയൊക്കെ നോക്കിയെന്ന് വെച്ചാൽ വണ്ടി പിടിക്കുമ്പോഴേ ബാക്ക് എടുത്ത് പോകുന്ന രീതിയിലുള്ള ബ്രേക്കിങ് സെറ്റായി. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഇതും ജെൻ 3യുടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സാധനം. അപ്പം ഇത് കണക്ക് ഏതെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഇത് കണക്ക് മോഡിഫിക്കേഷൻ ഒക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് കണക്ക് അടുത്ത മോഡിഫിക്കേഷനായിട്ട് കാണാം. നമുക്ക് എൻ്റെ വണ്ടി അടുത്ത വർക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം പട്ടി ഭയങ്കര ശല്യം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം.